നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മടക്കം. അന്തരിച്ച മലയാളത്തിന്റെ പ്രിയനടൻ സലിംകുമാറിന് നാട് യാത്രാമൊഴി ചൊല്ലി. പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. പറവൂർ ടൗൺ ഹാളിലും വീട്ടിലും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. രാവിലെ 8 മണിക്ക് ശേഷമാണ് സലിംകുമാറിന്റെ ഭൗതിക ശരീരം പറവൂർ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയത്. ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഭരണ രാഷ്ട്രീയ മേഖലയിലുള്ളവർ ടൗൺ ഹാളിലെത്തി. സിനിമ, സാംസ്കാരിക മേഖലകളിലെ സഹപ്രവർത്തകർ പ്രിയ കലാകാരന് യാത്രാമൊഴി നൽകാനെത്തി. കനത്ത മഴയെ അവഗണിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് സലിംകുമാറിന് വിട നൽകാനെത്തിയത്. അങ്ങനെ വേർപെട്ടു പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അദ്ദേഹം സിനിമയിൽ ചെയ്തിരുന്നത് കോമഡി വേഷങ്ങളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. ഇതുപോലൊരു മഴക്കാലത്ത് സലീം നമ്മളെ വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു മഴക്കാലത്താണ് ഞാൻ സലീമിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നാലെ വീട്ടിലെ പൊതുദർശനത്തിനും നിരവധി പേർ അവസാന നോക്ക് കാണാനെത്തി. വൈകിട്ട് 3:30 സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയയപ്പ്. മക്കളായ ചന്തുവും ആരോമലും ചിതയ്ക്ക് തീ പകർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മന്ത്രി PC വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, MLA-മാരായ അൻവർ സാദത്ത്, രമേശ് പിഷാരടി എന്നിവർ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തി. മലയാളത്തിന്റെ സ്വന്തം സലിംകുമാർ ഇനി നിറഞ്ഞൊരു ചിരിയോർമ്മ. കൊച്ചി. സഹപ്രവർത്തകൻ ഹൃദയവേദനയോടെയാണ് മലയാള സിനിമാ ലോകം വിട നൽകിയത്. അഭിനേതാവ് എന്നതിനപ്പുറം സത്യസന്ധനായ മനുഷ്യനാണ് വിട പറഞ്ഞതെന്ന് ചലച്ചിത്ര പ്രവർത്തകർ അനുസ്മരിച്ചു. തീരാത്ത സങ്കടമാണ് വിയോഗമെന്ന് മമ്മൂട്ടി. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് സലിംകുമാറെന്ന് മമ്മൂട്ടി അനുസ്മരിച്ചു. സിനിമയ്ക്കകത്തും പുറത്തും തന്റെ സുഹൃത്താണ് സലിംകുമാറെന്ന് മോഹൻലാൽ. സാമൂഹിക വിഷയങ്ങളെ നിരീക്ഷിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്ന പൗരബോധം സലിംകുമാറിനുണ്ടായിരുന്നുവെന്നും മോഹൻലാൽ അനുസ്മരിച്ചു. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ അടുത്ത സഹപ്രവർത്തകർ സലിംകുമാറിനെ ഓർത്തെടുത്തു. അങ്ങനെ വേർപെട്ടു പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു വേർപാടാണ്. അദ്ദേഹം സിനിമയിൽ ചെയ്തിരുന്നത് കോമഡി വേഷങ്ങളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. അഭിനേതാവ് എന്നതിനപ്പുറം വ്യക്തിപരമായാണ് സൗഹൃദം പങ്കുവച്ച് സലിംകുമാറിനെ സഹപ്രവർത്തകർ അനുസ്മരിച്ചത്. പ്രായം കുറവുള്ളൊരു മനുഷ്യനും കൂടെയാണല്ലോ അദ്ദേഹത്തിന്. ഒരുപാട് പ്രായമായിട്ടില്ല. തീർച്ചയായിട്ടും അത് ആലോചിക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരുപാട് സങ്കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ
ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇതുപോലൊരു മഴക്കാലത്ത് ആദ്യമായി സലിംകുമാറിനെ കണ്ടത് ഓർത്തെടുത്ത് സംവിധായകൻ കമൽ. ഇതുപോലൊരു മഴക്കാലത്ത് സലീം നമ്മളെ വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു മഴക്കാലത്താണ് ഞാൻ സലീമിനെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഏതൊരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഗൾ തിയേറ്ററിൽ നിന്ന് സിനിമയെ കണ്ടിട്ട് നേരെ മഴ നനഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അന്ന് സലീം മെമിക്രി ആയിട്ടൊക്കെ നടക്കുന്ന സമയമാണ്. കൊച്ചി അമൃത ആശുപത്രിയിലും പറവൂർ ടൗൺ ഹാളിലും സിനിമാ മേഖലയിലെ നിരവധി പേർ സലിംകുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി. 24 കൊച്ചി. അടിയുറച്ച കോൺഗ്രസ് എന്ന് തുറന്നു പറഞ്ഞ സലിംകുമാറിനെ കക്ഷിഭേദമന്യേ അനുസ്മരിച്ച രാഷ്ട്രീയ ലോകം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നിരയിലെ നേതാക്കളും ഉൾപ്പെടെ സലിംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെയും അവിസ്മരണീയമായ പ്രകടനങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച നടനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമാക്കിയ കലാകാരന് രാഷ്ട്രീയ കേരളത്തിന്റെ യാത്രാമൊഴി. സലീംകുമാറുമായുള്ള ആത്മബന്ധവും രാഷ്ട്രീയ വേദികൾ പങ്കിട്ടതും ഓർത്തെടുത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്നു മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ എവിടെയും. പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം. ഇങ്ങോട്ടൊരു ആവശ്യത്തിനും വരില്ല. വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെയും അവിസ്മരണീയമായ പ്രകടനങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച നടനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ സലീംകുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചു. കലാകാരന്മാർ രാഷ്ട്രീയം പറയാൻ മടിച്ചിരുന്ന കാലത്ത് അത് തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ വ്യക്തിയെന്ന് സലീംകുമാറിനെ പലരും അനുസ്മരിച്ചു. എനിക്ക് അഭിമാനം തോന്നുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്ന നിലയിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ഏത് വേദിയിലും എപ്പോഴും ആരുടെ മുന്നിൽ വെച്ചും പറയാൻ, അഭിമാനത്തോടെ പറയാൻ ആർജവം കാണിക്കുന്ന ഒരാളായിരുന്നു. അക്കണക്കിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായതും ഏറ്റവും വലിയ നഷ്ടമാണ്. എന്നെയും സലീംകുമാർ എന്നെയും തമ്മിൽ ബന്ധിപ്പിച്ചതും നാടകമാണ്. അദ്ദേഹത്തിന് സ്വന്തമായ നാടകസമിതി ഉള്ള ആളായിരുന്നു ശ്രീ സലീംകുമാർ. തനിക്ക് ഒന്നും വേണ്ട, പക്ഷേ തൻ്റെ പാർട്ടി കോൺഗ്രസ് ആണെന്ന് ധൈര്യത്തോടുകൂടി പറയാൻ മടിയില്ലാത്ത ഒരു കലാകാരനാണ്. തന്റെ അഭിനയത്തെ സലീംകുമാർ പുതിയ തലത്തിലേക്ക് വളർത്തുന്നത് ആശ്ചര്യത്തോടെയും അഭിമാനത്തോടെയുമാണ് മലയാളികൾ സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുസ്മരിച്ചു. CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി സലീംകുമാറിനെ ഓർത്തെടുത്തത് ഇങ്ങനെ. കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ അദ്ദേഹം കൊല്ലം ജില്ലയിലും വന്നിരുന്നു. കോൺഗ്രസിന് വേണ്ടി ഞാൻ എവിടെയും പ്രസംഗിക്കാം, പക്ഷേ ബേബി ചേട്ടനെതിരായിട്ട് ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF സ്ഥാനാർത്ഥികൾക്കായി പലയിടത്തും സലീംകുമാർ പ്രചരണത്തിനെത്തിയിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് പറവൂരിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരുക്കിയ സ്വീകരണ യോഗത്തിലും സലീംകുമാറിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. 24 കൊച്ചി. ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ ഭാഗമായിരുന്നു സലിംകുമാർ. കോമഡി സൂപ്പർ നൈറ്റിലും കോമഡി ഉത്സവത്തിലും ടോപ്പ് സിംഗറിലും ഫ്ലവേഴ്സ് കോമഡി അവാർഡിലുമെല്ലാം തിളക്കമാർന്ന സാന്നിധ്യമായി സലിംകുമാർ നിറഞ്ഞു നിന്നു. ഞാൻ അവസാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് കറുത്ത ജൂതൻ. അതെന്നോടൊപ്പം മാധവൻ എന്ന് പറഞ്ഞ ആളും കൂടി ഉണ്ട്. എന്നിരുന്നാൽ പോലും അതിന്റെ സംവിധായകൻ ഞാനാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഞാനാണ്, നാളെ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഞാനായിരിക്കുള്ളൂ. ഫ്ലവേഴ്സിന്റെ അരങ്ങുകളിലെ നിറസാന്നിധ്യമായിരുന്നു ചിരിയുടെ തമ്പുരാനായ സലീംകുമാർ. കോമഡി സൂപ്പർ നൈറ്റിൽ സലീംകുമാർ പങ്കുവച്ച പല അനുഭവങ്ങളും പ്രേക്ഷകരിൽ പൊട്ടിച്ചിരി ഉയർത്തി. പെൺകുട്ടികൾക്ക് ഇത്രമാത്രം സലീമേട്ടന്റെ അടുത്ത് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്താണ്? ഒറ്റ റീസൺ ഞാൻ ചോദിച്ചവരോട് എന്താണെന്ന്. നീ നോക്കുന്നത് ഞങ്ങളുടെ കണ്ണിലാണ്, വേറൊരു സ്ഥലത്തും അല്ല, അതിന്റെ പേരിലാണെന്ന് പറഞ്ഞു. മോനെ, അച്ഛൻ ഓരോട്ടിന് തോറ്റുപോയ സ്ഥാനാർത്ഥിയാണെന്ന്. കാരണം എന്റെ കല്യാണം ഇന്നാണെങ്കിൽ നാളെ ഞാൻ സിനിമയിൽ കൊണ്ടത്. മറ്റേന്നായിരുന്നെങ്കിൽ ഇതിന് നല്ലൊരു പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടതാണ്. മലയാള സിനിമയ്ക്ക് നോൺ സ്റ്റോപ്പ് കോമഡി രംഗങ്ങൾ സമ്മാനിച്ച സലീംകുമാർ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകരെയും പൊട്ടിച്ചിരിയിലാഴ്ത്തി. അനുഭവങ്ങൾ തുറന്നു പറയുമ്പോഴും നിലപാടുകൾ ആവർത്തിക്കുമ്പോഴും നർമ്മത്തിന്റെ മേമ്പൊടി ചാർത്താൻ മറന്നില്ല. സത്യത്തിൽ അഹങ്കാരിയല്ലേ? അതെ, അത് പറയാൻ വളരെ വിനയുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നോ? എന്നങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും കോമഡി സൂപ്പർ നൈറ്റിനു പുറമെ കോമഡി ഉത്സവത്തിലും ടോപ്പ് സിംഗറിലും ഫ്ലവേഴ്സ് കോമഡി അവാർഡിലുമെല്ലാം സലീംകുമാറിന്റെ സാന്നിധ്യം സദസ്സിനെ കയ്യിലെടുത്തു. ഇത് സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ്. ഈ സമഗ്ര സംഭാവന എന്ന് പറയുമ്പോൾ പെൻഷൻ പറ്റാറായി, പെൻഷൻ പറ്റണം, പറ്റിക്കൂടെ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു അവാർഡാണ് ഈ സമഗ്ര സംഭാവന.
ചിരിയുടെയും ചിന്തയുടെയും നിലപാടുകളുടെയും തമ്പുരാനായ സലീം കുമാറിന് ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ പ്രണാമം. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര നിരോധിച്ചു. വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. സാഹസിക ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കട്ടപ്പന പുളിയൻമല റോഡിൽ ക്രൈസ്റ്റ് കോളേജിന് സമീപം കാറിന് മുകളിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കനത്ത മഴയിലും കാറ്റിലും സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. പത്തനംതിട്ട തണ്ണിത്തോട് സെയിന്റ് ബെനഡിക്സ് MSC സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ശക്തമായ കാറ്റിൽ സമീപത്തെ വീട്ടിലേക്കും മേൽക്കൂര പതിച്ചു. രാവിലെ മുതൽ ജില്ലയുടെ മലയോര മേഖലയിൽ മഴ പെയ്തിരുന്നു. ഉച്ചയോടെ മിന്നൽ ചുഴലി ഉണ്ടായ സമയത്താണ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. 10ാം ക്ലാസിന്റെ 3 ഡിവിഷനും സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ശക്തമായ കാറ്റിൽ സമീപത്തെ വീട്ടിലേക്കും സ്കൂളിന്റെ മേൽക്കൂര പതിച്ചു. അവധി ദിവസമായതിനാൽ സ്കൂളിൽ വിദ്യാർത്ഥികളോ അധ്യാപകരോ അനധ്യാപകരോ ഉണ്ടായിരുന്നില്ല. ശക്തമായ ചുഴലിക്കാറ്റടിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് സംഭവിച്ചത്. 2018 വളരെ ബലവത്തായി നിർമ്മിച്ച ബിൽഡിംഗാണിത്. അപ്പോൾ അതിൻ്റെ മേൽക്കൂര നമ്മൾ ഷീറ്റ് ഇട്ടിരുന്നതാണ്. ആ ശക്തമായ കാറ്റടിച്ചപ്പോൾ ഷീറ്റ് പറന്നുപോയി. അതാണ് സംഭവിച്ചത്. ഞായറാഴ്ച ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊന്നും ഇല്ലാതെ വളരെ ഭാഗ്യമായിട്ട് പോയി. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. 2018 സ്കൂളിന്റെ മേൽക്കൂര മാറുകയും മറ്റ് നവീകരണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തിരുന്നതായി PTA ഭാരവാഹികൾ പറഞ്ഞു. 24 പത്തനംതിട്ട. കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച അമ്മയ്ക്കും മകനും വിട നൽകി നാട്. അണ്ടിക്കുന്നുമ്മൽ സുബീഷിന്റെ ഭാര്യ രമ്യയും മകൻ ശിവനന്ദുമാണ് മരിച്ചത്. കുന്നശ്ശേരി LP സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം തോട്ടത്താങ്കണ്ടിയിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. കോഴിക്കോട് കൈതേരിമുക്ക് മോങ്ങൻപാറ ഭാഗത്ത് ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. അന്തിക്കുന്നുമേൽ സ്വദേശി സുബീഷിന്റെ ഭാര്യ രമ്യയും മകൻ ശിവനന്ദുമാണ് നാടിന്റെ തീരാനോവായി മാറിയത്. ഒഴുക്കിൽപ്പെട്ട് മരിച്ച ഇരുവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുന്നശ്ശേരി LP സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം തോട്ടത്തങ്കാണ്ടിയിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തുണിയലക്കാനായി പുഴക്കടവിലേക്ക് എത്തിയതായിരുന്നു രമ്യയും മകനും. ഇതിനിടെ കാൽവഴുതി മകൻ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രമ്യ രക്ഷിക്കാൻ പുഴയിലേക്ക് എടുത്തു ചാടി. തെരച്ചിലിൽ രമ്യയെ വെള്ളത്തിൽ നിന്ന് കണ്ടെത്തി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫയർഫോഴ്സും സ്കൂബ ടീം അംഗങ്ങളും കാണാതായ 7 വയസ്സുകാരനായി രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നു. ഒടുവിൽ രാത്രി 8 മണിയോടെയാണ് ഒഴുക്കിൽപ്പെട്ടയിടത്തു നിന്ന് 25 മീറ്റർ മാറി ശിവനന്ദന്റെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. 24 കോഴിക്കോട്. ജനത്തിന്റെ നടുവൊടിച്ച് രാജ്യത്ത് ഗാർഹിക LPG സിലിണ്ടർ വില വീണ്ടും കൂട്ടി. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. എണ്ണ കമ്പനികൾക്ക് കേന്ദ്രം ലാഭമുണ്ടാക്കി കൊടുക്കുന്നുവെന്ന് കോൺഗ്രസ് വിമർശിച്ചു. പാചകവാതകത്തിന് ലോകത്ത് ഏറ്റവും വിലക്കുറവ് ഇന്ത്യയിലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണം. അടിക്കടിയുള്ള പെട്രോൾ ഡീസൽ വാണിജ്യ സിലിണ്ടർ വില വർധനവിന് പിന്നാലെ ഗാർഹിക സിലിണ്ടറിന്റെ വിലയും കൂട്ടുകയാണ്. 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന് 29 രൂപ കൂട്ടി. ഇതോടെ കേരളത്തിൽ 14.2 കിലോ സിലിണ്ടറിന്റെ വില 951 രൂപ കടന്നു. 3 മാസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടിയത്. കഴിഞ്ഞ മാർച്ചിൽ ഒറ്റയടിക്ക് ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചത്. ജീവിത ചിലവേറുന്നതിൽ ആശങ്കയിലാണ് ജനം. വില കൂട്ടി അതൊന്ന് കുറയ്ക്കണം. പിന്നെ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടിയിട്ടുണ്ട്, അതും കുറയ്ക്കണം എന്നാ പറയാനുള്ളത്. എല്ലാ ദിവസവും ദുരിതത്തിലാണ്. നമുക്ക് അന്നാന്ന് കിട്ടുന്നത് നമുക്ക് അന്നാന്ന് നയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ. അപ്പം നമുക്ക് ആ വില വർധനയ്ക്ക് എന്തെങ്കിലും പ്രതിവിധി എന്തെങ്കിലും ഉണ്ടാവണം. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തുച്ഛമായ വിലയിൽ LPG സിലിണ്ടർ ലഭിക്കുന്നത് ഇന്ത്യയിലെന്നാണ് കേന്ദ്രത്തിന്റെ ന്യായീകരണം. വില കൂട്ടുമ്പോഴും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്നും കേന്ദ്രം ആവർത്തിക്കുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തിനുമേലുള്ള ഇരുട്ടടിയെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ഈ മാസം വാണിജ്യ ആവശ്യത്തിനുള്ള LPGയുടെ വില 42 രൂപ കൂട്ടിയിരുന്നു. 24 ഡൽഹി. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ ADGP ഓഫീസിൽ നടന്നത് വൻ അട്ടിമറി. ആദ്യ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കേസ് നിലനിൽക്കില്ല എന്ന വിധത്തിൽ റഫർ റിപ്പോർട്ടാക്കി മാറ്റി. തലയിൽ അടിക്കുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇല്ലെന്നാണ് കൂട്ടിച്ചേർത്തത്. ഇക്കാര്യങ്ങൾ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. SIT സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആദ്യ അന്വേഷണ സംഘം സമർപ്പിച്ചത് കേസ് അന്വേഷണം പൂർത്തിയായ ശേഷമുള്ള റിപ്പോർട്ട്.
ഉണ്ടായത് ക്രൂരമർദ്ദനമെന്നും ഗൺമാൻമാർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെന്നും മർദ്ദിക്കുന്ന നിരവധി ദൃശ്യങ്ങളുണ്ടെന്നും ആദ്യ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ഡിവൈഎസ്പി സുനിൽ രാജ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ADGP ഓഫീസിൽ നിന്ന് റഫർ റിപ്പോർട്ടാക്കി മാറ്റിയെന്നാണ് SIT കണ്ടെത്തൽ. കേസിൽ തെളിവുകളില്ലെന്നും പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളിൽ മർദ്ദിക്കുന്നത് കാണാനാവുന്നില്ലെന്നും എഴുതി ചേർത്തു. എന്നാൽ മർദ്ദനം നടന്ന 35 സെക്കൻഡുകൾക്ക് ശേഷമാണ് പോലീസ് ഫോട്ടോഗ്രാഫർ സ്ഥലത്തെത്തിയതെന്നാണ് SIT കണ്ടെത്തൽ. മർദ്ദനത്തിന്റെ മറ്റ് ദൃശ്യങ്ങൾ ലഭ്യമാണെന്ന് ആദ്യ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. തിരുത്തിയ റിപ്പോർട്ടിൽ ഈ വരി ഒഴിവാക്കി. റിപ്പോർട്ട് തിരുത്തിയെന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് SIT അന്വേഷണം ADGP ഓഫീസിലേക്ക് എത്തിച്ചത്. പിന്നാലെ ADGP ഓഫീസിലെ 2 SIമാരെയും ചോദ്യം ചെയ്തിരുന്നു. റിപ്പോർട്ട് തിരുത്തിയതായി ഇവരും മൊഴി നൽകി. മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വഴിവിട്ട് ഇടപെടലെന്നും SIമാർ SITയോട് പറഞ്ഞു. പ്രതികളെ സഹായിക്കാനാണ് റിപ്പോർട്ട് തിരുത്തിയതെന്നും നടന്നത് അതീവ ഗുരുതര അട്ടിമറിയെന്നും SIT ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അധിക വസ്തുതാവിവര റിപ്പോർട്ടിൽ പറയുന്നു. 24 ആലപ്പുഴ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിക്കെതിരെ SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി കോടതിയെ സമീപിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ കരാർ അടക്കം ആവശ്യപ്പെട്ടാണ് ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചത്. മാസപ്പടി കേസിൽ തുടരന്വേഷണമാകാമെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെ CMRLനും വീണ ടിക്കുമെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ED. വീണ ടിയിൽ നിന്ന് SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി ED എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. എക്സാലോജിക്കും CMRLും തമ്മിലുണ്ടാക്കിയ കരാറുകൾ, എക്സാലോജിക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വീണയുടെ ആദായനികുതി റിട്ടേൺ വിശദാംശങ്ങൾ, വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങൾ എന്നിവയടക്കം 134 രേഖകൾ വേണമെന്നാണ് EDയുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കൊച്ചി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. 7 ദിവസത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭമെന്നാണ് CJPയുടെ മുന്നറിയിപ്പ്. അതിനിടെ ഈ മാസം നടക്കാനിരിക്കുന്ന NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന പ്രചാരണം വ്യാജമെന്ന് വിശദീകരിച്ച് NTA രംഗത്തെത്തി. CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഡൽഹി ജന്തർ മന്ദറിലെ പ്രതിഷേധം വെറും സാമ്പിൾ മാത്രമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിശദീകരണം. ഒരാഴ്ചയ്ക്കകം പേപ്പർ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം രാജ്യവ്യാപകമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചേ തീരുവെന്നാണ് CJPയുടെ നിലപാട്. ഇന്നലെ വൈകിട്ട് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ മുംബൈയിലെ വീട്ടിലേക്ക് മടങ്ങി. അടുത്തയാഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയേക്കും. അതിനിടെ ഈ മാസം 21 നടക്കുന്ന NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന പ്രചാരണം NTA തള്ളി. തെറ്റായ പ്രചാരണങ്ങൾക്ക് പിന്നിൽ തട്ടിപ്പ് റാക്കറ്റുകളാണെന്നാണ് വാദം. സൈബർ പ്രശ്നങ്ങൾ മൂലം പലതവണ നീട്ടിവെച്ച CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷാ പുനർമൂല്യനിർണ്ണയത്തിന് വിദ്യാർത്ഥികൾക്ക് ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. 24 ഡൽഹി. NEET UG പുനഃപരീക്ഷയ്ക്കുള്ള സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പ്രസിദ്ധീകരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപേക്ഷകർക്ക് അനുവദിച്ചിരിക്കുന്ന നഗരം ഇതിൽ കാണാൻ കഴിയും. അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണമെന്ന് NTA അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ തീയതിയോട് അടുപ്പിച്ച് അഡ്മിറ്റ് കാർഡ് പ്രത്യേകം പുറത്തിറക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പ്രതിപക്ഷത്തെ പരിഹസിച്ച് അമ്പലപ്പുഴ MLA G സുധാകരൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ നനഞ്ഞ കോഴി എന്നാണ് ആക്ഷേപം. KN ബാലഗോപാൽ ഉൾപ്പെടെ LDFിലെ ആരും കാര്യമായി മിണ്ടുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുന്നുവെന്നും G സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ പുതുതായി ആരംഭിച്ച MLA ഓഫീസിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു G സുധാകരന്റെ വിമർശനം. ഉടനെ അത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ നമ്മൾ കാണാം. ബാലഗോപാലൊക്കെ ആണല്ലോ അസംബ്ലിയിലുള്ളത്. സതീശന്റെ പ്രസംഗം ഉണ്ടായിരുന്നു ചർച്ച കഴിഞ്ഞ അവസാനം. കഴിഞ്ഞ ഗവൺമെന്റ് ധനകാര്യ സ്ഥിതിയെ രൂക്ഷമായി 15 മിനിറ്റ് ഒരക്ഷരം എഴുതേക്ക് ഡിഫെൻഡ് ചെയ്യണം. പൊങ്ങിയില്ല മേലോട്ട്. അത് പറഞ്ഞ് തിരുത്താമായിരുന്നു. അത് അവര് UDF ഭരണകക്ഷികൾ അംഗീകരിക്കും. പക്ഷെ പറയാനറിയാവുന്ന ആരെങ്കിലും വേണ്ടേ? പിണറായി സഭ വേണമെങ്കിൽ നനഞ്ഞ കോഴി കൊണ്ടിരിക്കുക അവിടെ. മനസ്സിലായില്ലേ? വളർത്തി വിടാവോ? ഒന്നും പെട്ടുന്നില്ല. ബാലഗോപാലിന് സംസാരിക്കാനും അറിയില്ല. എന്തൊരു ദയനീയമായ ചിത്രമാണ്. വിഷമം തോന്നി. മുൻ സർക്കാരിനെ വിമർശിച്ചതിന് സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ B അശോകിന്റെയും N പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറങ്ങി. സസ്പെൻഷൻ പിൻവലിക്കാൻ ഇന്നലെയാണ് സർക്കാർ തീരുമാനമെടുത്തത്. ഇവരുടെ പോസ്റ്റിംഗ് സംബന്ധിച്ച് നാളെ ചേരുന്ന IAS ബോർഡ് യോഗത്തിൽ തീരുമാനമാകും. ഇടത് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടുമുൻപ് B അശോകിനെ സസ്പെൻഡ് ചെയ്തത്. തുടർഭരണം ഫാസിസത്തിലേക്ക് നയിക്കുമെന്ന മാധ്യമങ്ങളിലെ വിമർശനമായിരുന്നു സസ്പെൻഷന് കാരണം. ചീഫ് സെക്രട്ടറി A ജയതിലകിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിനാണ് N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്.
2 വർഷമായി പുറത്തുള്ള പ്രശാന്ത് 9 സസ്പെൻഷൻ നടപടികൾ നേരിട്ടിരുന്നു. പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നതിൽ ചില കോൺഗ്രസ് നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രിയാണ് ഇരുവരെയും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. IAS ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗിന് മുന്നോടിയായി നാളെ സിവിൽ സർവീസ് ബോർഡ് യോഗം ചേരുന്നുണ്ട്. B. അശോകിന്റെയും N. പ്രശാന്തിന്റെയും പുതിയ പോസ്റ്റിംഗ് ബോർഡിൽ ചർച്ചയാകും. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സിവിൽ സർവീസ് ബോർഡ് യോഗത്തിന് ശേഷം IAS അഴിച്ചുപണി സംബന്ധിച്ച ഉത്തരവിറക്കും. 24 തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലയിൽ ലഹരി വിതരണം നടത്തിയ സംഘത്തിലെ മുഖ്യകണ്ണിയെ പന്തളം പോലീസ് പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. കഴിഞ്ഞ ദിവസമാണ് നൈജീരിയൻ പൗരനായ സാമുവേൽ ഡൽഹിയിൽ പിടിയിലായത്. പ്രതിയെ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 15-ാം തീയതി പന്തളത്ത് 2 പേരെ MDMA-യുമായി പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് നൈജീരിയൻ പൗരനിൽ. ജില്ലയിൽ രാസലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണികളിൽ ഒരാളാണ് ഡൽഹിയിൽ പിടിയിലായ സാമുവൽ. പന്തളം പോലീസ് ഡൽഹിയിലെത്തി സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്ന് പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഈ സോഫാർ ജില്ലയിലെ ഈ ഷാൻ സംനാഥ് എന്നുള്ള 2 പ്രതികളാണ് നമ്മൾ അറസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടായ ഈ ഷാനോടെ വൈഫും കൂടി നമ്മൾ ആ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. വേറെ ആരും പങ്കുണ്ടാണ്ട കാര്യം നമ്മൾ അന്വേഷിക്കും. നൈജീരിയൻ പൗരനുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പന്തളത്ത് MDMA പിടികൂടിയ കേസിൽ ഒരാളുടെ ഭാര്യയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 24 പത്തനംതിട്ട. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിന്മാരെ ചോദ്യം ചെയ്യാൻ SIT. അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് നോട്ടീസ് നൽകി. വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് വീണ്ടും കത്തയക്കാനാണ് നീക്കം. റിബേഷ് രാമകൃഷ്ണൻ, മനേഷ്, അതുൽ എന്നിവർക്ക് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിന്മാർ ഉൾപ്പെടെയുള്ളവർക്കാണ് SIT സംഘം നോട്ടീസ് നൽകിയത്. അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി എന്നീ ഗ്രൂപ്പ് അഡ്മിനുകളെ ആദ്യം ചോദ്യം ചെയ്യും. നോട്ടീസ് ലഭിച്ചവർ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പുകളിലും പേജുകളിലും പങ്കുവച്ചവരാണെന്നാണ് സൂചന. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണെന്ന് SIT കണ്ടെത്തിയിരുന്നു. വടകരയിലെ DYFI നേതാക്കളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ. DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം തിരുവള്ളൂർ സ്വദേശി റിജേഷാണ് വടകര സ്ക്വാഡ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. റിജേഷിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. DYFI പ്രാദേശിക നേതാവ് ജിതിൻ ഭാസ്കറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടവും ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താൻ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയുടെ മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് വീണ്ടും കത്തയക്കാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ് യോഗം ചേരുക. യോഗത്തിൽ നിന്ന് DMK വിട്ടുനിൽക്കും. കോൺഗ്രസിനെതിരെയുള്ള അതൃപ്തി CPIM നേരിട്ടറിയിക്കും. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. കടുത്ത ഭിന്നതകൾക്കിടയിലാണ് ഡൽഹിയിൽ നാളെ ഇന്ത്യ സഖ്യം യോഗം ചേരുന്നത്. മുന്നണി മര്യാദ പാലിക്കാതെ കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളാണ് DMKയിലും JMMലും CPIMലും അതൃപ്തി പുകയാൻ കാരണമായത്. തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ സഖ്യമാറ്റത്തിൽ പ്രതിഷേധിച്ച് DMK യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. NCP ശരത് പവാർ പക്ഷവും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും പങ്കെടുത്തേക്കില്ല. കേരളത്തിൽ CPIMും BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രചാരണം നടത്തിയതിൽ കോൺഗ്രസിനോട് CPIM ദേശീയ നേതൃത്വം വിശദീകരണം തേടി. ഇന്ത്യ ബ്ലോക്ക് നിലനിൽക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും തന്നെ CPIM കരുതുന്നു. അതിന് വിപരീതമായൊരു സമീപനം CPIMനുണ്ടെന്നല്ല. നാളത്തെ യോഗവുമായി ബന്ധപ്പെട്ട് CPIMന്റെ പങ്കാളിത്തം എന്താണെന്നുള്ളത് ഇന്നുച്ചയോടുകൂടി തീരുമാനിക്കും. CPIMനെ പ്രതിനിധീകരിച്ച് ജോൺ ബ്രിട്ടാസ് MP ആയിരിക്കും പങ്കെടുക്കുക. CPIയുടെ ജനറൽ സെക്രട്ടറി D രാജയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ജാർഖണ്ഡിൽ രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ JMM അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ജയറാം രമേശ് അറിയിച്ചു. TMCയുടെ ഭാഗമായി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. ഇന്ത്യ സഖ്യം സാങ്കല്പികമെന്ന് പരിഹസിച്ച് BJPയും രംഗത്തെത്തി. 24 ഡൽഹി. അതിനിടെ ഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കൂടിക്കാഴ്ച നടത്തുകയാണ് എന്ന വാർത്ത കൂടിയുണ്ട്. അഭിഷേക് ബാനർജിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. നാളത്തെ ഇന്ത്യ സഖ്യയോഗത്തിൽ പങ്കെടുക്കാനാണ് മമത ഡൽഹിയിലെത്തിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, നാളെ നിർണായക യോഗം നടക്കാനിരിക്കുന്നു. TMCയിലാകട്ടെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെയുണ്ട്. പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണോ?
അനുജ, ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയിലാണ് ഈ ഒരു കൂടിക്കാഴ്ചയെ ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും വിലയിരുത്തുന്നത്. ആ ഒരു വിവരം തന്നെയാണ് ഇരു പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഡൽഹിയിലേക്ക് എത്തുന്നത് നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. മാത്രമല്ല അല്പം മുൻപാണ് അഭിഷേക് ബാനർജിയുടെ വീട്ടിലുള്ള മമതാ ബാനർജിയെ കാണാൻ അവിടേക്ക് അരവിന്ദ് കെജ്രിവാൾ കൂടി എത്തുന്നത്. ഇതൊരു സൗഹൃദ സന്ദർശനമാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും ഈ ബംഗാളിലെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിട്ടതിനു ശേഷം ഒരു വിശാല സഖ്യം രൂപീകരിക്കാൻ വേണ്ടി മമതാ ബാനർജി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങൾക്കിടയിലാണ് TMCക്ക് അകത്ത് തന്നെ വലിയ തോതിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ആ പാർട്ടി തന്നെ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്നും വിട്ടുപോകുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒരുപക്ഷെ ഇന്നോ നാളെയോ ഈ വിമത സംഘം ഇവിടെ ഡൽഹിയിലും ലോക്സഭാ സ്പീക്കറെ സമീപിച്ച് ലോക്സഭയിൽ വലിയ രീതിയിലുള്ള ഒരു വിമത നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൻ്റെ കൂടി ഇടയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. നാളത്തെ യോഗത്തിൽ ആം ആദ്മി പാർട്ടി പങ്കെടുക്കുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ ഒരു സംശയമാണ്. കാരണം അതിലൊരു സ്ഥിരീകരണം അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അപ്പോഴും ഈ BJPക്കെതിരെയുള്ള പോരാട്ടം, ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ നേരിടുന്ന സമയത്ത് പാർട്ടികൾക്കകത്തും ഇത്തരത്തിലുള്ള പല ഇടപെടൽ കാരണം പുകയുന്ന പ്രശ്നങ്ങൾ, അതിനെതിരെ എല്ലാം തന്നെ ഒന്നിച്ചു പോരാടാൻ മറ്റു പാർട്ടികൾ കൂടി സഹായം തേടുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴെന്തായാലും മമതാ ബാനർജിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പിന്നാലെ തന്നെ ഈ ശ്രമങ്ങളെല്ലാം തന്നെ മമതാ ബാനർജി വലിയ രീതിയിൽ നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഇന്ത്യ സഖ്യത്തോട് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം കാണിക്കാതിരുന്ന മമത ബംഗാളിൽ ഒരു സഖ്യം വേണ്ടത്, ഒരു വിശാല സഖ്യം വേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നെന്ന് നമ്മൾ കണ്ടതാണ്. അനുജ, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്, ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നാണ് വിശദീകരണം. ഏതായാലും നാളെ ഇന്ത്യ സഖ്യ യോഗം ചേരാനിരിക്കുന്ന അവസരത്തിൽ കൂടിയാണ് മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച ഡൽഹിയിൽ. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിലെ ജാതി അധിക്ഷേപ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ബസ് ജീവനക്കാരി ജയശ്രീയുടെ പരാതിയിൽ ബസ് കോർഡിനേറ്റർ അഭിലാഷിനെതിരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തത്. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നതായി സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചു. ബസ്സിലെ ജീവനക്കാരിയായിരുന്ന ജയശ്രീ കഴിഞ്ഞ ദിവസമാണ് ജാതി അധിക്ഷേപം നേരിട്ടതായി മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. വെള്ളൂർക്കോണം സ്വദേശിയും ഊരുട്ടമ്പലം സരസ്വതി വിദ്യാലയം സ്കൂളിലെ ബസ് കോർഡിനേറ്ററുമായ അഭിലാഷിനെതിരെ മാറനല്ലൂർ പോലീസ് കേസെടുത്തു. പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരമാണ് കേസ്. ജാതി അധിക്ഷേപം ജയശ്രീക്ക് മാനസിക വിഷമമുണ്ടാക്കിയെന്നും ജോലി നഷ്ടപ്പെടുത്തിയത് സാമ്പത്തിക പ്രയാസത്തിനിടയാക്കിയെന്നും FIRൽ വ്യക്തമാക്കുന്നു. ജയശ്രീയെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പരാതിയുണ്ടെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പരാതി. എന്നാൽ ആരോപണം സ്കൂൾ മാനേജ്മെന്റ് നിഷേധിച്ചു. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നതായും സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു. അയ്യങ്കാളി സ്കൂൾ പ്രവേശനം നേടിക്കൊടുത്ത പഞ്ചമിയുടെ 4ാം തലമുറയിൽപ്പെട്ടയാളാണ് ജയശ്രീ. 24 തിരുവനന്തപുരം. വയനാട് കുടുംബശ്രീ അഴിമതിയിൽ കൂടുതൽ വിശദാംശങ്ങൾ 24-ന്. ആദിവാസി ഉത്പന്നങ്ങൾ വാങ്ങാനുള്ള 8 VDVK കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകളോ രേഖകളോ ഇല്ല. CPIM നേതാക്കൾ ഉൾപ്പെടെ 3 കുടുംബശ്രീ ജീവനക്കാരെയാണ് അഴിമതിയെ തുടർന്ന് പിരിച്ചുവിട്ടത്. നടന്നത് ഗുരുതര ക്രമക്കേടെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. 2021-23 കാലഘട്ടത്തിലാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 8 വൻധൻ വികാസ് കേന്ദ്രങ്ങളുടെ ഫണ്ട് വിനിയോഗത്തിനായി വകയിരുത്തിയ ഫണ്ടിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. CPIM നേതാക്കൾ ഉൾപ്പെട്ട 3 ജീവനക്കാർ നേരിട്ടും അക്കൗണ്ട് മുഖാന്തരവും ഗൂഗിൾ പേ വഴിയും 50 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തിക ക്രമക്കേട് നടന്ന തൊണ്ടർനാട്, മൂപ്പനാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ വൻധൻ വികാസ് കേന്ദ്രം പോലുമില്ല. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഇടപാടുകൾ നടത്തിയതിന്റെ ബില്ലുകളും വൗച്ചറുകളും കാണാനില്ല. ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനാൽ പദ്ധതിയുടെ ചുമതലയിലുണ്ടായിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ കൂടി പ്രതി ചേർക്കപ്പെടും വിധമാണ് റിപ്പോർട്ട്. അതേസമയം നടന്നത് ഗുരുതര ക്രമക്കേടെന്ന് മന്ത്രി T. സിദ്ദിഖ്. കുടുംബശ്രീയുടെ കീഴിലുള്ളതായ അതിപ്രധാനമായിട്ടുള്ള 8 കേന്ദ്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ധനവിനിയോഗത്തിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമാണ്. ഇതിൻ്റെ ഉത്തരവിറങ്ങി 3 പേരെ സസ്പെൻഡ് ചെയ്തു. ആ വിഷയത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ളതായിരിക്കുന്ന നടപടികളും തുടർ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും. കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജറായ ജയേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് വൻധൻ വികാസ് കോർഡിനേറ്റർ ഹരീഷും സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ സായി കൃഷ്ണനും ഫണ്ടുകൾ കൈപ്പറ്റിയതെന്നും വനവിഭവങ്ങൾ ശേഖരിച്ച് വിപണനം നടത്തിയിട്ടുണ്ടെങ്കിലും തുച്ഛമായ തുക മാത്രമേ വൻധൻ വികാസ് കേന്ദ്രങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തിരികെ നിക്ഷേപിച്ചിട്ടുള്ളൂ എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൽ പുറത്താക്കപ്പെട്ട 3 ജീവനക്കാരിൽ ജയേഷ് CPIM കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഹരീഷ് കല്ലുവയൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ്. 24 വയനാട്.
പത്തനാപുരം കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. കാറിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ജനനി, പിതാവ് സുന്ദർരാജ് എന്നിവരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. പരുക്കേറ്റ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ വലിയപള്ളിക്ക് സമീപം പുലർച്ചെ 4:37 അപകടം. ആലുവയിൽ നിന്ന് കുടുംബത്തോടൊപ്പം ശിവകാശിയിലേക്ക് പോവുകയായിരുന്നു കാറിൽ സഞ്ചരിച്ച കുടുംബം. തെങ്കാശി പുളിയറയിൽ നിന്ന് കച്ചുകയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന കാറിലേക്ക് ഇടിച്ചു കയറി സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻസീറ്റിലിരുന്നിരുന്ന സുന്ദർരാജും മകൾ ജനനിയും തൽക്ഷണം മരിച്ചു. കാറിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചായിരുന്നു 4 പേരെയും പുറത്തെടുത്തത്. ഈ കാറിലുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത്. ലോറി ഓടിച്ച ആൾക്കാരും തമിഴ്നാട്ടുകാരാണോ. പരുക്കേറ്റ ആൾക്കാരെ പത്തനാപുരം EMS ആശുപത്രിയിൽ, പിന്നെ അവരെ അവിടുന്ന് പുനലൂർ ആശുപത്രിയിൽ കൊണ്ടിട്ടുണ്ട്. പിന്നെ മരിച്ചവരെ നമ്മുടെ കോന്നി മെഡിക്കലുള്ളവരുണ്ട്. ട്രക്കിന് ഡ്രൈവറുടെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്. ലോറിയിലുണ്ടായിരുന്ന വെങ്കിടേഷും വിനോദ് കുമാറും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2 ക്രെയിൻ ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് ലോറി കരയിലേക്ക് കയറ്റി. ലോറിയുടെ അമിത വേഗതയോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാന പാതയിൽ വേണ്ടത്ര സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലാത്തതും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 24 പത്തനംതിട്ട. തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് വൻ കവർച്ച. 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഒല്ലൂക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ മോഷണമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയാണ് നാട് ഞെട്ടിയ മോഷണം നടന്നത്. മണ്ണൂത്തി ഒല്ലൂക്കര സ്വദേശിയായ സോമശേഖരന്റെ വീടിന്റെ പുറകുവശത്തെ ഗ്രിൽ പൊളിച്ചാണ് കള്ളന്മാർ ഉള്ളിലേക്ക് കയറിയത്. ഉറങ്ങുകയായിരുന്ന 72-കാരനായ സോമശേഖരനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മുഖത്തും ശരീരത്തിലും ക്രൂരമായി മർദ്ദിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ച 43 പവനും സോമശേഖരന്റെ കഴുത്തിലെ 2 പവൻ മാലയുമടക്കം 45 പവൻ സ്വർണമാണ് മോഷ്ടിച്ചത്. കവർച്ചക്കാരായ 3 പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നു എന്നാണ് സോമശേഖരന്റെ മൊഴി. ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ ഇതൊരു പക്കാ റോബറി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മൊത്തം ഒരു 45 പവനോളം ആഭരണങ്ങളും മോഷ്ടിച്ചു പോയതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. CCTV മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എന്തായാലും പ്രതിയെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മോഷ്ടാക്കൾ പോയതോടെ കെട്ടഴിച്ച് പുറത്തേക്ക് ഓടി വന്ന സോമശേഖരൻ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക തെളിവെടുപ്പ് നടത്തി. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ സമീപത്തെ മഠം വരെ മോഷ്ടാക്കൾ എത്തിയതായി കണ്ടെത്തി. ഫോറൻസിക് സംഘം വീടിനുള്ളിൽ നടത്തിയ തെളിവെടുപ്പിൽ ചില വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാത്തതാണ്. ഹോമിയോ ഡോക്ടർ ഉണ്ടല്ലോ സർവീസ് റോഡിൽ, അവിടെയാണ് ഒരു 2-3 വർഷം മുമ്പ് സംഭവിച്ചത്. അതിനുശേഷം ഈ പരിസരത്തൊന്നും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. കുടുംബസമേതമാണ് സോമശേഖരൻ ഒല്ലൂക്കരയിലെ വീട്ടിൽ താമസിക്കുന്നതെങ്കിലും ഭാര്യയും മരുമകളും ഇന്നലെ ചെമ്പൂത്രയിലെ ബന്ധുവീട്ടിൽ പോയിരുന്നു. 24 തൃശൂർ. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. KPCC പ്രസിഡന്റിനായി വാദം ഉന്നയിച്ചിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. KPCCയിലും DCCകളിലും മാറ്റങ്ങൾ ഉണ്ടാകും. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. കോഴിക്കോട് ജില്ലക്കാരനായ മന്ത്രിയാണ് T സിദ്ദിഖെന്നും മന്ത്രിയില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കോഴിക്കോടിന് ഉണ്ടാകില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. KPCCക്ക് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ള ആളുകളെയൊക്കെ അവർ പരിഗണിക്കും, എന്നിട്ട് ഒരു പ്രസിഡന്റ് പ്രഖ്യാപിക്കും. ഇല്ല, അങ്ങനെ ഒരു ക്ലെയിമും എനിക്കില്ല. ഞാനങ്ങനെ ക്ലെയിം പറയേണ്ട ആളല്ല. അങ്ങനെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനമാണ്. അതിന് യാതൊരു വസ്തുതയും. പ്രത്യേക സാഹചര്യത്തിൽ കോഴിക്കോടിന് മന്ത്രി ഇല്ല, കോഴിക്കോട് നിന്ന് മന്ത്രി ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ T സിദ്ദിഖ് കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം കൽപ്പറ്റയിലെ MLA ആണെങ്കിൽ പോലും MLA ആണെങ്കിൽ പോലും അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. സ്വാഭാവികമായും കോഴിക്കോടിന്റെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ കടുത്ത സാമ്പത്തിക നടപടികൾക്കൊരുങ്ങി അമേരിക്ക. ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇറാന്റെ വിദേശാസ്തികൾ തന്നെ ഉപയോഗിക്കാനാണ് നീക്കം. ഇതിനിടെ സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തി. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇറാന്റെ വിദേശാസ്തികൾ ഉപയോഗിച്ച് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലുമെല്ലാം
ഇറാൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ എത്രയെന്ന് കണക്കാക്കാനായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു സംഘത്തോട് നിർദ്ദേശിച്ചതായാണ് വിവരം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ 2400 കോടി ഡോളറിന്റെ ആസ്തികൾ വിട്ടുനൽകണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമനയുടെ ഉപദേഷ്ടാവ് മൊഹസിൻ റസായി ഇന്നലെ പറഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നീക്കം. ഇന്നലെ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ തുടർന്ന് അമേരിക്ക ഇറാന്റെ റഡാർ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. ഇതിനു പിന്നാലെ ഇറാൻ കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചിരുന്നു. സമാധാന ചർച്ചകൾ സ്തംഭിച്ചെങ്കിലും മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ ചർച്ചകൾ തുടരാനുള്ള ശ്രമം തുടരുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയ്ക്കുള്ള കത്തുമായി ഇന്നലെ ഇറാനിലേക്ക് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി എത്തിയിരുന്നു. അതിനിടെ ലെബനോൺ സൈന്യത്തിന്റെ കമാൻഡർ ജനറൽ റുഡോൾഫ് ഹൈക്കൽ പാകിസ്ഥാനിലേക്ക് ചർച്ചകൾക്കായി നീങ്ങിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. എറണാകുളം കളമശ്ശേരിയിൽ നിന്നൊരു വാർത്ത വരുന്നത് യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. 11 kV ലൈനിൽ കയറി കഴുത്തിൽ കുരുക്കിട്ടായിരുന്നു ഭീഷണി മുഴക്കിയത്. ലാൽകൃഷ്ണ വിവരങ്ങളുമായി. ലാൽകൃഷ്ണ, ഇദ്ദേഹത്തെ അണുനയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ താഴെ ഇറക്കി. എന്തായിരുന്നു ഇയാളുടെ ആവശ്യം? അനുജ, പോലീസ് എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു ഇയാളുടെ ആവശ്യം. എന്താണ് മറ്റാവശ്യങ്ങളൊന്നും പറഞ്ഞില്ല. ഏകദേശം അരമണിക്കൂർ മുമ്പാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള 11 kV മുകളിൽ ഇയാൾ കയറിയത്. തൊട്ടു പിന്നാലെ കഴുത്തിലേക്ക് കയ്യിൽ കരുതിയിരുന്ന ഒരു മുണ്ടുകൊണ്ട് കഴുത്തിൽ കുരുക്കിയിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. പോലീസ് എത്തിയതിനു ശേഷമേ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്നും പറഞ്ഞു തൊട്ടു പിന്നാലെ പോലീസ് എത്തി. നാട്ടുകാരും പോലീസും കൂടി അനുനയിപ്പിച്ച് ഇയാളെ താഴെ ഇറക്കിയാണ് ഉണ്ടായത്. ഒരു സിമന്റ് മിക്സിംഗ് ലോറിയിൽ എത്തിച്ച് അതിൽ നിന്ന് താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് നടന്നത്. മധ്യപ്രദേശ് സ്വദേശി രാജ്മോഹൻ എന്നാണ് ഇയാൾ സ്വയം ആദ്യം പരിചയപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ ഇയാൾ ഉടുമ്പൻചോലയിൽ നിന്നാണ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. താൻ സ്വയം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി കൊച്ചിയിൽ എത്തിയതാണ്. പക്ഷേ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ല എന്നിങ്ങനെയൊക്കെയാണ് ഇയാൾ പറയുന്നത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ഇയാള് മാനസിക വൈകല്യമുള്ള ആളാണോ അതോ ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇയാളുള്ളത്. പോലീസ് ഇയാളെ വിശദമായി മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാണ്. പക്ഷേ ഇത്തരം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ പോലീസിനും ഇപ്പോഴും ഒരു കൃത്യത വന്നിട്ടില്ല. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് ഇയാളുടെ മാനസിക നില അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനോട് തൊട്ടു ചേർന്നാണ് 11 kV ലൈനിൽ കയറി ഒരാൾ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പോലീസ് എത്തണമെന്നുള്ള ആവശ്യം. പോലീസ് എത്തി ഇയാളെ താഴെ ഇറക്കി. എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്തിക്കുമെന്നതാണ് ലാൽകൃഷ്ണ റിപ്പോർട്ട് ചെയ്തത്. കോട്ടയം മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന കാർ പിറകോട്ട് നീങ്ങി മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. നാട്ടുകാരുടെയും ടാക്സി ഡ്രൈവേഴ്സിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി. ദൃശ്യം കാണാം. ടോബി, വലിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഏതായാലും അതിന്റെ ഉടമ തന്നെയാണെന്ന് തോന്നുന്നു. ഉടൻ തന്നെ ഡോർ തുറന്ന് ഗിയറൊക്കെ ഇടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും സംഭവിച്ചത് എന്താണ് വിവരങ്ങൾ? അനുജ, തീർച്ചയായിട്ടും വലിയൊരു അപകടം ഉണ്ടാക്കേണ്ടതായിരുന്നു. കാരണം തിരക്കുള്ള ഒരു ടൗൺ ആണ് ഈ മുണ്ടക്കയം ടൗൺ. ആ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് ഈ വാഹനം വാഗണർ കാറാണ് അത് പിന്നോട്ട് ഉരുണ്ട് വന്ന് മറ്റൊരു വണ്ടിയിൽ ഇടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വാഹനം ഒരു കാറാണ്. ആ കാറിൽ ഇടിച്ച് അതോടൊപ്പം തന്നെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ ഇടിച്ചാണ് നിന്നത്. എന്തായാലും ആ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളും എല്ലാം ഓടി വന്നാണ് ആ വാഹനം പിടിച്ചു നിർത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഹാൻഡ് ബ്രേക്ക് പോയതാണ് ഈ വാഹനം പിന്നോട്ട് ഉരുണ്ടു വരാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റ് പരിക്കുകളോ ഒന്നും തന്നെ ആർക്കുമില്ല. ഭാഗ്യം കൊണ്ട് മറ്റ് വലിയ സംഭവങ്ങളിലോട്ടൊന്നും അപകടത്തിലോട്ടൊന്നും ഇത് പോയിട്ടുമില്ല. അനുജ, ശരി. കോട്ടയത്ത് മുണ്ടക്കയത്താണ് ഈ സംഭവം. കാർ പിന്നോട്ട് നീങ്ങി അപകടം. എന്നാൽ വലിയ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഓട്ടോ ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ സമയോചിതമായി ഇടപെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ബെന്നി തോമസ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സണ്ണി ജോസഫിന്റെ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫിന്റെ ബന്ധു എന്ന രീതിയിലേക്ക് വിവാദമായ നിയമനം ഇപ്പോൾ ബെന്നി തോമസ് രാജിവെച്ചിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ വിവരം. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, രാജി ചോദിച്ചു വാങ്ങിയതാണോ?
വിവാദമായ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും രീതിയിൽ മന്ത്രി സണ്ണി ജോസഫിന് അത് ദോഷമാകരുത് എന്നുള്ളത് കൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ് ബെന്നി തോമസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ചിലർ ഇത്തരം വിഷയങ്ങളിൽ ഉയർത്തിക്കാണിക്കുന്നു. പാർട്ടിക്കകത്തും പ്രശ്നങ്ങൾ വരുന്നു. പുറത്ത് വലിയ രീതിയിലുള്ള വിവാദമാകുന്നു. ഇതൊരു ബന്ധു നിയമനമാണ്. കാരണം മന്ത്രിയുടെ അളിയൻ, അതായത് സഹോദരിയുടെ ഭർത്താവ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറുന്നു. അത്തരമൊരു സാഹചര്യം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ രാജി. ബെന്നി തോമസ് അല്പം മുൻപ് സംസാരിക്കുമ്പോൾ അല്പസമയത്തിനകം രാജിക്കത്ത് നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും ബെന്നി തോമസ് സ്റ്റാഫിൽ നിന്നും ഒഴിയുന്നു. ഈ കാര്യത്തിൽ സണ്ണി ജോസഫ്, അതായത് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. രാജി ചോദിച്ചു വാങ്ങിച്ചോ എന്നുള്ളത് ഇവിടെ ആ രീതിയിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ രണ്ടുപേർ ഒരുമിച്ച് ചർച്ച ചെയ്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ബെന്നി തോമസ് സണ്ണി ജോസഫിന്റെ അളിയൻ ഇനി പേഴ്സണൽ സ്റ്റാഫ് അംഗമായി ഉണ്ടാകില്ല. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ആ നിയമന ഉത്തരവ് തന്നെ വലിയ വിവാദമായിരുന്നു. വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായി. സഭയിൽ ആ കാര്യം വിവാദമാക്കാൻ പ്രതിപക്ഷം നോക്കി. പക്ഷേ എന്നാൽ സഭയിൽ സണ്ണി ജോസഫ് മറുപടി പറഞ്ഞില്ല. കോൺഗ്രസിനകത്തുള്ള ചിലർ പോലും ഈ കാര്യത്തിൽ പാർട്ടിക്കകത്ത് ഇതൊരു വിവാദമായി കൊണ്ടുവരികയും ചെയ്തു. അത് പ്രതിച്ഛായക്ക് ദോഷം ചെയ്യും. പ്രത്യേകിച്ചും സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. KPCC പ്രസിഡന്റ് തന്നെ മന്ത്രിയാവുന്നു. അപ്പോൾ പാർട്ടിയുടെ നിരവധി പ്രവർത്തകർ സ്റ്റാഫ് അംഗങ്ങളായി വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിലെ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സ്വന്തം അളിയനെ തന്നെ അഡീഷണൽ PS ആയി നിയമിച്ചു എന്നുള്ളതാണ് വിവാദമായത്. അത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ രാജി. അനുജ, അതാണ് സണ്ണി ജോസഫ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ബന്ധുവിനെ നിയമിച്ചു എന്നുള്ളത് വലിയ വിവാദമായി മാറിയിരുന്നു. സഹോദരി ഭർത്താവാണ് ബെന്നി തോമസ്. അദ്ദേഹത്തിന്റെ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ചൂണ്ടിക്കാട്ടി അതിനെ ന്യായീകരിക്കാൻ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായപ്പോൾ ബെന്നി തോമസ് രാജിവെച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് 24 പുറത്തുവിട്ടിരിക്കുന്നത്. സണ്ണി ജോസഫുമായി ബെന്നി തോമസ് കൂടിക്കാഴ്ച നടത്തി. തൊട്ടു പിന്നാലെ രാജിവെച്ചു എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ബ്രേക്സ് അവസാനിക്കുന്നു. എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം. നമസ്കാരം.